അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പറയാൻ പോണ വീഡിയോ എന്താണെന്നറിയോ, പ്രാവുകളുടെ ഏജ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കേസാണ് പ്രാവുകളുടെ ഏജ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിൽ കൂടെ നമുക്ക് ഏകദേശം അത് മെച്ചുവേർഡായോ അല്ലെങ്കിൽ ഏകദേശം ഒരു കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആളുകൾ പൊതുവേ പറയുന്നത് കേൾക്കലുണ്ട്, കള്ളി ഇത്ര 0 കള്ളിയായി, 2 കള്ളിയായി, 8 കള്ളിയായി. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു പ്രാവിൻ്റെ ചിറക് 2 ടൈപ്പ് ഫെതേഴ്സാണ് ഉള്ളത്. ഒന്ന് ഫ്ലൈയിങ് ഫെതേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് വന്നിട്ട് ഫെതറുകൾ ഇങ്ങോട്ട് എന്താ പറയുക, ആകാശത്തേക്ക് മുഖം തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ചിറകിൻ്റെ ഉള്ളിലേക്ക് 2 ടൈപ്പ് ഓഫ് ഫെതേഴ്സ് ഉണ്ടാവും. സോ ഈ ഒരു ഫുള്ളി മെച്ചുവേർഡായ പ്രാവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 20 ഫെതേഴ്സ് ഉണ്ടാവും. ഇവിടെ 10 അതുപോലെ തന്നെ ഫ്ലൈയിങ് ഫെതേഴ്സ് 10 ഉണ്ടാവും. ഇതിൽ കുഞ്ഞനായി വലുതായി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ചിറക് വരികയും ഈ ഒന്നാമത്തെ ചിറകുണ്ടല്ലോ, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒന്നാമത്തെ ചിറക് പൊഴിഞ്ഞു പോയിട്ട് പുതിയൊരു ചിറക് വരും. അപ്പോൾ നമ്മൾ പറയും അത് 0 കള്ളിയായി എന്ന്. അതുപോലെ തന്നെ അത് ഫുള്ള് വലുതായി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചിറക് വരും. അപ്പോൾ നമ്മൾ പറയും ഒന്നാമത്തെ കള്ളിയായി എന്ന്. അങ്ങനെ മൂന്നാമത്തെ ചിറക് വരുമ്പോൾ പറയും നമ്മൾ മൂന്നാമത്തെ കള്ളിയായി എന്ന്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഏജ് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പ്രാവ് ഏകദേശം 6 കള്ളി 7 കള്ളി ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാട്ടും, അത് മുട്ടയിടാൻ തുടങ്ങും. അപ്പോൾ ഒരു 8-9 കള്ളി ആയിക്കഴിഞ്ഞാലാണ് ഫുള്ളി മെച്ചുവേർഡായി എന്ന് നമ്മൾ പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പ്രാവിൻ്റെ ആയുസ് എത്ര അല്ലെങ്കിൽ എത്ര കള്ളിയായി എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 1 ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഫെതേഴ്സ് 1 2 3 4 5 6 7 8 9 10. ഇതെന്താണ്, ഫുള്ള് ഉണ്ട് എന്നുള്ള അർത്ഥം ഫുള്ളി മെച്ചുവേർഡായി എന്നാണ്. ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്രാവാണെന്നാണ് ഇതിനർത്ഥം. ഓക്കെ. അതേപോലെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ എടുത്ത് നോക്കുക. ഇപ്പുറത്തെ സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കാൻ പറ്റും. ഇവിടെ നിന്ന് 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ ചിറക് നോക്ക്. എന്താ പറയുക, ഇതിനെ വെച്ച് കുഞ്ഞതാണ്. അതായത് ഇത് ഫുള്ളായിട്ട് വരുന്നുള്ളൂ, ഇത് ഫുള്ളായിട്ട് വരും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മെച്ചുവേർഡ്. ഇവിടെ ഫുള്ള് വന്നു, കണ്ടില്ല, ഇവിടെ ഫുള്ള് വന്നു, ഇവിടെ ഒരു തുണ്ടും കൂടെ വരാനുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ഇതൊരു ഫുള്ളി മെച്ചുവേർഡായ പ്രാവാണെന്നുള്ള അർത്ഥം. ഇനി വേറൊരു പ്രാവിനെടുത്ത് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവുകൾക്കും 20 ഫെതേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ 10 ഇവിടെ 10. പക്ഷേ എല്ലാ പ്രാവുകൾക്കും 20 ഫെതേഴ്സ് ഉണ്ടായിക്കൊള്ളണം. ചിലതുകൾക്ക് 19 ഉണ്ടാവുള്ളൂ. ചിലതുകൾക്ക് ഫുള്ളി മെച്ചുവേർഡായ പ്രാവാണെങ്കിൽ കൂടെ 18 ചിറകുകൾ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കൂട്ടിലുള്ള ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള പ്രാവാണ്. ഇതിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് 1 2 3 4 5 6 7 8 ചിറകുള്ളൂ. 8 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 16 ചിറക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 2 3 4 5 6 7 8. അപ്പോൾ മൊത്തം 8 ചിറകുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞൻ ചിറകോ വേറെ ഇതുമില്ല. അപ്പോൾ ചില പ്രാവുകൾക്ക് എക്സെപ്ഷൻ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മളെന്താണ്, പ്രാവുകളുടെ മൊത്തത്തിലുള്ള ഒരു ആവറേജ് കണക്ക് പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 20 ഫെതേഴ്സാണ് ഉണ്ടാവുക. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന 10 ഫെതേഴ്സ്, അങ്ങോട്ടേക്ക് തിരിഞ്ഞ 10 ഫെതേഴ്സ്. ഇതിൽ ഏത് ഫെതർ പോകുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ പ്രായം ഗണിക്കല്. ഇതൊരു കുഞ്ഞനാണ്. ഇതിനിപ്പോൾ എത്ര കള്ളിയായെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 ഉള്ളൂ. 9 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഇടയിൽ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇടയിൽ ഏതും വരുന്നില്ല. പക്ഷെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലാസ്റ്റ് ഒരെണ്ണം കണ്ട ഒരു കുഞ്ഞ് സാധനം മുളച്ച് വരുന്നത്, ഇത് മുളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുഞ്ഞ് സാധനം കണ്ട, ഇത് മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതിനെ പറയും 9 കള്ളിയായി എന്ന് പറയും. ഓക്കെ, ലാസ്റ്റത്തെ ചിറക്. അതേപോലെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 ചിറകുള്ളൂ. ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു കുഞ്ഞൻ ചിറക് മുളച്ച് വരുന്നുണ്ടില്ല, ഈ ചിറക്. അപ്പം നമ്മളിതിനെ പറയും 9 കള്ളിയായി എന്ന് പറയും. കണ്ടില്ല, ഈ പ്രാവ് മറ്റുള്ള പ്രാവുകളെക്കാട്ടി അത്ര ഏജിലല്ല, ഇതിൻ്റെ വാലൊക്കെ മുളച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഈ കള്ളിയും കൂടെ പോയി കഴിഞ്ഞാലാണ് ഇതിനെ നമ്മൾ ഫുള്ളി മെച്ചുവേർഡ് പറയുക. ഇനി ഏറ്റവും കുട്ടികളെ കാണിച്ചു തരാം. ഇത് ഏകദേശം ഒരു 2 മാസം പ്രായമായിട്ടുള്ള കുട്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ചിറക് നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വളർന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ നമുക്ക് ജസ്റ്റ് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9. ഇനി ഒരു 10ാമത്തെ ചിറക് വരുന്നുണ്ട്. ഇത് ഫുള്ള് വളരും. ഈ 10ാമത്തെ ചിറകും കൂടെ വളരും. 10ാമത്തെ ചിറകും കൂടെ വളർന്നിട്ട് ഈ ഫസ്റ്റത്തെ ചിറകുണ്ടല്ലോ, ഫ്ലൈയിങ് ഫെദറിൻ്റെ ഫസ്റ്റ് ചിറകുണ്ടല്ലോ, അത് പൊഴിയും. അപ്പോഴാണ് നമ്മളിതിന് എന്ത് കാട്ടുന്നത്, 0 കള്ളി എന്ന് പറയുക.
പിന്നെ സെക്കൻഡ് ചിറക് പോകും. അപ്പോഴാണ് നമ്മൾ എന്ത് കേട്ടത് ഒന്നാമത്തെ കള്ളി എന്ന് പറയുക. രണ്ടാമത്തെ ചിറക് പോകുമ്പോൾ നമ്മൾ പറയും ഒന്നാമത്തെ കള്ളി എന്ന്. അങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് എന്ത് കേട്ടുക ഒരു പ്രാവിൻ്റെ ഏജ് മനസ്സിലാക്കുക. ഈ കള്ളിപ്രായം എന്ന് പറയുന്ന കണക്ക് എന്ന് പറയുന്നത് ആ പ്രായമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എത്ര പക്ക ഏജായി എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് കാട്ടണം, എന്താ പറയുക, ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സെൻറ്ററിൽ കൊടുത്തിട്ടോ അതിൻ്റെ ഫെദർ കൊടുത്തിട്ട് പ്രായം അളക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് പക്കയായിട്ട് പറയാൻ പറ്റില്ല. ആളുകൾ കള്ളിക്കണക്ക് എന്ന് പറയുന്നതും ഈ കണക്കാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നോർമലായിട്ടൊരു പ്രാവിൻ്റെ ഏജ് കണക്ക്.